നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ അമ്മ ഒടുവിൽ ശ്യാമയെ നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി. എല്ലാം എന്റെ അക്കിമോന്റെയാ. ഇതെന്റെ അക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സായിരുന്നു. എവിടെ പോയാലും ഈ ഉടുപ്പ് തന്നെ ഇടണം, ഇല്ലെങ്കിൽ പിണങ്ങായിരുന്നു. മഹാവികൃതിയായിരുന്നു എന്റെ അക്കി. ഇനി എന്റെ കുഞ്ഞക്കിയും കുസൃതിക്കൊട്ടും മോശാവില്ല. അല്ല, ഈ അമ്മയ്ക്ക് എന്താ വട്ടായോ? പഴയ ഡ്രസ്സൊക്കെ എടുത്ത് ഉമ്മ വയ്ക്കുന്നു. അമ്മേ, ഇതെന്താ ബിസിനസ് ഒക്കെ മതിയാക്കി അമ്മ ആക്രി കച്ചവടം തുടങ്ങിയോ? അതോ തലയ്ക്ക് സുഖമില്ലാതായോ? ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. അല്ല, അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? ഇതൊക്കെ എന്താ ആക്രി സാധനങ്ങളാ? അല്ല, ഇതെല്ലാം എന്റെ കുഞ്ഞക്കിമോന്റെയാ. ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ഈ പഴയ ഡ്രസ്സും ഈ പൊട്ടിപ്പൊളിഞ്ഞ കളിപ്പാട്ടങ്ങളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നോ? അതെന്തിനാ അമ്മേ? തന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള പഴയ ഓർമ്മകൾ ഏതൊരമ്മയ്ക്കും വല്ലാത്ത സുഖ. അതൊക്കെ ഒരമ്മയ്ക്ക് മനസ്സിലാവും, ഒരമ്മയ്ക്ക് മനസ്സിലാവും. മറ്റാർക്കും അതൊന്നും മനസ്സിലാവില്ലേ? ഇല്ല, ഒരു കുഞ്ഞിനെ 10 മാസം ചുമന്ന് പ്രസവിച്ച് സ്നേഹിച്ചോമനിച്ച് വളർത്തിയിട്ടുള്ളവർക്കേ അത് മനസ്സിലാവും. ആ മാത്രമുള്ള ഓർമ്മകൾ അനുഭവിക്കണമെങ്കിൽ നീ ഒരമ്മയാവണം. എന്റെ അമ്മ ഇവിടെ ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കുമ്പോഴാ ഒരു പെണ്ണിന്റെ ജീവിതം പൂർണ്ണമാവുന്നെന്ന് ഞാൻ ഐശ്വര്യയോട് പറയായിരുന്നു. അല്ല, അതിനകത്ത് എന്താ അമ്മേ? ആ ഇതെല്ലാം അങ്കിയുടേതാണോ അമ്മേ? ഇതെല്ലാം കാണുമ്പോ അവന്റെ ആ പഴയ കുസൃതിയും ഓട്ടവും പുഞ്ചിരിയും എല്ലാം ഞാൻ അറിയാതങ്ങ് ഓർത്തു പോവാ. ഇപ്പൊ അമ്മയ്ക്ക് ഏതായാലും ഒരു കുഞ്ഞാക്കി മോനെ കിട്ടാൻ പോവല്ലേ? ഇപ്പൊ അതിന്റെ ത്രില്ലിലാ ഞാൻ. ആ, ഞാൻ ഐശ്വര്യയോടും അമൃതയോടും ഒരു കാര്യം പറയാനിരുന്നതാ. എന്താ അമ്മേ? നിങ്ങൾ രണ്ടാളും ശ്യാമയുടെ വീട് വരെ ഒന്ന് പോണം. എന്തിന്? അഖിമോനെ ശ്യാമയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനി അവര് ഇവിടെ നമുക്കൊപ്പം കഴിഞ്ഞാ മതി. എന്തായാലും അമൃത ഐശ്വര്യം ഇപ്പൊ തന്നെ പുറപ്പെട്ടോളൂ. എങ്ങനെയും പറഞ്ഞ് സമ്മതിപ്പിച്ച് ശ്യാമയും അഖിയും ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ കാര്യം ഞാൻ ഏറ്റമ്മ. എന്തായാലും രണ്ടാളും ചെന്നു, വൈകിക്കണ്ട. ചെല്ലേ. വസു ഇപ്പൊ എടുത്തത് ഉചിതമായ തീരുമാനം തന്നെ. നമ്മുടെ അഖിമോന്റെ കുഞ്ഞു വളരേണ്ടത് ഈ വീട്ടിൽ തന്നെയാ.
ഉം. പിന്നെ ഇത് വിശ്വസിക്കാമല്ലോ. ദേ പഴയതുപോലെ അവര് രണ്ടാളും വന്നിട്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കാനല്ലല്ലോ. ഏയ്, ഞാൻ ആത്മാർത്ഥതയോടെയാ ശ്യാമയും അഖിയും ഇവിടേക്ക് വിളിക്കുന്നേ. ഇനിയും പഴയതുപോലെ പ്രശ്നം ഉണ്ടാക്കാനാണ് അവരെ വിളിക്കുന്നതെങ്കിലേ ഞാനൊരു കാര്യം ഇപ്പോഴേ പറയാം. ഇനി വിളിച്ചു വരുത്തി വസു അവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്റെ കൈന്റെ ചൂട് വസു അറിയുവേ, ഓർത്തോണം. ചേച്ചി ടെൻഷൻ ആവാതെ. ഐശ്വര്യയുടെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ ആരായാലും ഇതൊക്കെ തന്നെ ചെയ്യൂ. അവരുടെ പക്ഷത്ത് നോക്കുമ്പോ അവരാണ് ശരി. എനിക്കതറിയാം ശ്യാമേ. അരുണും ഐശ്വര്യ സുഖമായിട്ട് ജീവിച്ചോട്ടെ. അവർക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്റെ മോളെയും കൊണ്ട് എവിടെയെങ്കിലും പൊയ്ക്കോളാം. ചേച്ചി അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. മോളെയും കൊണ്ട് ഇനി മറ്റെവിടെ പോവാനാ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അരുണും ഐശ്വര്യക്കും ഞാനൊരു ശല്യം ആവരുതെന്നേ ഉള്ളൂ. എന്തായാലും ഇത്രയും കാലം ഒറ്റപ്പെട്ട് തന്നെയല്ലേ കഴിഞ്ഞത്. ഇനിയും അത് മതി. എനിക്കും മോൾക്കും ആകെ ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ശ്യാമയും അഖിയുവാ. നിങ്ങൾക്ക് ഞാൻ കൂടുതൽ ബാധ്യതയാവാൻ പാടില്ല. ചേച്ചി എന്തായാലും അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ചേച്ചി ഇപ്പൊ ആ വീട് വിട്ട് എങ്ങും പോകുന്നില്ല. ഐശ്വര്യ അടുത്തേക്ക് എന്താ ചെയ്യാനുള്ളത് നോക്കട്ടെ. അതെന്ത് തന്നെ ആയാലും ഞങ്ങളുണ്ടാവും കൂടെ. ചേച്ചിക്ക് അറിയാലോ, ഐശ്വര്യടുത്തിയും അരുണേട്ടനും ഒരുമിച്ച് ജീവിക്കുന്നേ ഉള്ളൂ. മനപ്പൊരുത്തമില്ല. ജീവിതത്തിലാകെ അസ്വസ്ഥന അരുണേട്ടൻ. ഐശ്വര്യടുത്തിയുടെ രീതികളുമായി അരുണേട്ടൻ ഒത്തുപോകാനാവുന്നില്ല. പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അരുണേട്ടൻ. ശ്രീകുട്ടിയാ ഇപ്പൊ അരുണേട്ടന്റെ ഏക ആശ്വാസം. അതാ അരുണേട്ടൻ എപ്പോഴും ഇങ്ങനെ മോളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി നമ്മളായിട്ട് ആ സന്തോഷം കളയണോ? സ്വന്തം അച്ഛനാണെന്ന് അറിയില്ലെങ്കിലും ശ്രീകുട്ടിക്ക് അരുണേട്ടനെ അത്രയ്ക്ക് ഇഷ്ടം. അച്ഛനെയും മകളെയും നമ്മൾ വേർപിരിക്കണോ? ആ സന്തോഷം കളയണോ? ചേച്ചി ആലോചിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.